നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിലെ LDF സ്ഥാനാർത്ഥിയെ നാളെ പ്രഖ്യാപിക്കുമെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. നിലമ്പൂർ ജില്ലാ ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ ഷിനാസ് ബാബു അടക്കം സ്വതന്ത്രരെയും CPM പരിഗണിക്കുന്നുണ്ട്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ആര്യാടൻ ഷൌക്കത്ത് പാലം വലിച്ചതുകൊണ്ടാണ് PV അൻവർ ജയിച്ചതെന്ന് ദേശാഭിമാനിയിലെ ലേഖനത്തിൽ MV ഗോവിന്ദൻ ആരോപിച്ചു. നിലമ്പൂരിലെ LDF സ്ഥാനാർത്ഥി പരിഗണനയിലുള്ളവരുടെ അനുകൂലവും പ്രതികൂലവുമായ ഘടകങ്ങൾ ഇഴകീറി പരിശോധിക്കുകയാണ് CPM. മണ്ഡലത്തിൽ നടപ്പാക്കി വിജയിച്ച പൊതു സ്വതന്ത്ര സ്ഥാനാർത്ഥി പരീക്ഷണം ഇത്തവണയും സാധ്യമാകുമോ എന്നും CPM നോക്കുന്നുണ്ട്. നിലമ്പൂർ ജില്ലാ ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ ഷിനാസ് ബാബുവിന് LDF സ്ഥാനാർത്ഥി പരിഗണനയിൽ മുൻതൂക്കമുണ്ടെന്നാണ് വിവരം. സാമൂഹ്യ സേവന രംഗത്തെ ബന്ധങ്ങൾ അനുകൂലമാകുമെന്നാണ് വിലയിരുത്തൽ. ജില്ലാ പഞ്ചായത്ത് അംഗം ഷെറോണ റോയ്, DYFI ജില്ലാ അധ്യക്ഷൻ P ഷബീർ എന്നിവരും CPM പരിഗണനയിലുണ്ട്. ഇന്ന് രാത്രിയോടെ സ്ഥാനാർത്ഥി ആരെന്നതിൽ അന്തിമ ധാരണയാകും. PV അൻവർ കോൺഗ്രസ് തർക്കം അനുകൂലമാക്കാൻ കഴിയുമോ എന്നതടക്കം പരിശോധിച്ചാകും സ്ഥാനാർത്ഥി ആരെന്നതിൽ അന്തിമ തീരുമാനത്തിലേക്ക് എത്തുക. സ്ഥാനാർത്ഥിയെ നാളെ പ്രഖ്യാപിക്കുമെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പറഞ്ഞു. LDFിൻ്റെ സ്ഥാനാർത്ഥി നാളത്തോടുകൂടി വരുമെന്ന് തന്നെയാണ് നേരത്തെ സൂചിപ്പിച്ചിരുന്നത്. അത് അടിസ്ഥാനപ്പെടുത്തി നാളെ സ്ഥാനാർത്ഥി നിർണയം പൂർത്തിയാക്കും. ഇതിനിടെ ആര്യാടൻ ഷൌക്കത്തിനെതിരെ ഗുരുതര ആരോപണവും MV ഗോവിന്ദൻ ഉന്നയിച്ചു. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഷൌക്കത്ത് പാലം വലിച്ചാണ് UDF സ്ഥാനാർത്ഥി തോറ്റതെന്നാണ് CPM സംസ്ഥാന സെക്രട്ടറി ദേശാഭിമാനിയിൽ എഴുതിയ ലേഖനത്തിലെ വിമർശനം. നിലമ്പൂർ നിലനിർത്താൻ അവസാനത്തെ അടവും പയറ്റാനുറച്ചാണ് LDF. തുടർഭരണത്തിനുള്ള കാഹളമാകും തെരഞ്ഞെടുപ്പെന്ന MV ഗോവിന്ദന്റെ വാക്കുകളിലൂടെ തുടർഭരണത്തിനുള്ള സെമി ഫൈനലായാണ് തെരഞ്ഞെടുപ്പിനെ CPM കാണുന്നതെന്ന് വ്യക്തം. അൻവർ കോൺഗ്രസ് വിവാദം എങ്ങനെ പര്യവസാനിക്കുമെന്ന ആകാംക്ഷയും ബാക്കിയാണ്. ഷബീർ ഒമർ, ടീം മീഡിയ 1, നിലമ്പൂർ.